نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹധനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. അതിൽ നമ്മുടെ ഭാര്യയും മക്കളും ഉൾക്കൊള്ളുന്ന നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ വീടും വാഹനവും ഉൾക്കൊള്ളുന്ന നമ്മുടെ സമ്പാദ്യങ്ങളുണ്ട്, നമ്മൾ നേടിയെടുത്ത ഐഡൻറ്റിറ്റികളുണ്ട്, നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹമാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? ഈ പറയപ്പെട്ട ഓരോ അനുഗ്രഹവും നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ളതാണ്. നമ്മുടെ വീട് അത് കാലാകാലമുള്ളതല്ല, നമ്മുടെ ജോലി എന്നെന്നും നിലനിൽക്കുന്നതല്ല, നമ്മുടേതെന്ന് പറയാൻ പറ്റുന്നതെല്ലാം ഈ ലോകത്തെ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടാൻ കഴിയുന്നതാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം
അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഒന്നാണ്. അതാണ് ഇസ്ലാം എന്ന് പറയുന്ന, ഈമാൻ എന്ന് പറയുന്ന, മതം എന്ന് പറയുന്ന അനുഗ്രഹം. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയോ നമ്മുടെ ഇടപെടലുകളിലൂടെയോ ആണ് ലഭിച്ചതെങ്കിൽ, മതം എന്നത്, ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള, അള്ളാഹു പരിഗണിച്ചിട്ടുള്ളതാണ്. അള്ളാഹു സമ്പത്ത് പലർക്കും കൊടുക്കും. വലിയ വലിയ സമ്പന്നന്മാരുണ്ടാകും, ദീനുമായി യാതൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷേ സമ്പത്ത് എല്ലാവർക്കും അള്ളാഹു കൊടുക്കും. പക്ഷേ ഈമാൻ കൊടുക്കുക എന്നുള്ളത്, മതപരമായ അറിവ് കൊടുക്കുക എന്നുള്ളത്, മതത്തിൽ നിലകൊള്ളാനുള്ള തൗഫീക്ക് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അടിമകൾക്ക് മാത്രം, അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ ഈ ഒരു അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നതോടൊപ്പം ആ ഒരു ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു ഒരു മതം വെറുതെ ഉണ്ടാക്കി കൊടുത്തതല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മതം മാത്രമാണെന്ന് പറയുമ്പോൾ, ആ ഇസ്ലാമിലാണെന്ന് പറയുന്ന എല്ലാവർക്കും, മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന എല്ലാവർക്കും ഇസ്ലാമിൻ്റെ പൂർണ്ണതയിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണ മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഓരോ കാലം കഴിയും തോറും മുസ്ലിമായി ജീവിക്കുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ഒരു കാലം വരും അന്ന് മുസ്ലിമായി ജീവിക്കുക എന്നത് ഉള്ളംകൈയിൽ തീക്കട്ട വെച്ചവനെ പോലെയായിരിക്കും. എത്രയും പെട്ടെന്ന് അത് തൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കണമെന്ന ചിന്തയായിരിക്കും. പൂർണ്ണ മുസ്ലിമായി ജീവിക്കൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടാകുന്ന ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഓരോ കാലം കഴിയും തോറും, ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഒരു മുസ്ലിമായി ജീവിക്കുന്നത് പ്രയാസകരമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹവും നാടും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ ഈ ഇസ്ലാം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ ഇസ്ലാമിനെ ഒരാൾ ഒഴിവാക്കുകയാണെങ്കിലോ, അയാൾക്ക് സുന്ദരമായ ഒരു ജീവിതം, എല്ലാവരാലും പരിഗണിക്കപ്പെടുന്ന ഒരു ജീവിതം, ആരുടെയും വിമർശനങ്ങൾ കേൾക്കേണ്ടതില്ലാത്ത ജീവിതം, എല്ലാ അർത്ഥത്തിലും സന്തോഷപൂർണമായ ഒരു ജീവിതം അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. തികച്ചും വിരോധാഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കൽ പ്രയാസകരമാകുക, ഇസ്ലാമല്ലാതെ ജീവിക്കുക എന്നുള്ളത് സന്തോഷകരമായി മാറുക. പക്ഷെ അവിടെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഏറ്റവും ആദ്യം മുന്നിൽ വെക്കുന്നത് നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരാമെന്നല്ല. ഒരാൾ മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ അയാൾക്കുള്ള ഓഫറുകളെല്ലാം വരുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അയാൾക്കുള്ള നേട്ടങ്ങൾ വരുന്നത് പരലോക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിനെ മുന്നിൽ വെക്കുന്ന വിശ്വാസികൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ വരുമ്പോഴും ആ പരീക്ഷണങ്ങൾ തരണം ചെയ്യാനും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഒരു സമൂഹം ഈ വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത, ഈ വിശ്വാസത്തെ സ്വീകരിക്കാത്ത, ഇതിനെയെല്ലാം ഒരു പ്രാകൃതമായ കാര്യങ്ങളായി എണ്ണപ്പെടുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് എല്ലാവരും ഈ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ ഒഴിവാക്കണം എന്നാണ്. കാരണം ഇസ്ലാം ശരിയാണെന്നും ഇസ്ലാം സത്യമാണെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പോലും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ സന്നദ്ധമല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരും അത് സ്വീകരിക്കേണ്ടതില്ല. മറ്റുള്ളവരും ഇസ്ലാം ഒഴിവാക്കണം. ഇസ്ലാം എന്ന ആശയം ഇല്ലാതാവണം. നമ്മൾ സമൂഹം ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാലാകാലത്തെ പരിശ്രമങ്ങൾ
അതിനു വേണ്ടിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതിൽ തന്നെ പ്രകടമായ 2 വിഷയങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 2 തരത്തിൽ നമുക്ക് ഇസ്ലാമിനെതിരെ ആളുകൾ നിലകൊള്ളുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തത് പ്രകടമായി ഇസ്ലാമിനെ എതിർക്കുക, പ്രകടമായ എതിർപ്പ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനം ആദ്യത്തിൽ തുടങ്ങിയ പ്രവാചകനാണ്. ഒരു സമൂഹത്തിലേക്ക് പറഞ്ഞയക്കപ്പെട്ട റസൂലുകളിൽ ഒന്നാമത്തെ ആള് നൂഹ് ആണെങ്കിൽ, ആ നൂഹ് നബി അലൈഹിസ്സലാം ആണെങ്കിൽ അദ്ദേഹം തുടങ്ങിയ അന്ന് മുതലേ ആ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്, നൂഹേ നിർത്തിക്കോ, ഈ ഭാഗങ്ങൾ അവസാനിപ്പിച്ചോ, നിന്റെ ഈ പുത്തൻ വാദങ്ങളുമായി കൊണ്ട് കടന്നു വരേണ്ടതില്ല. ഭീഷണികളുമായി കൊണ്ട് കടന്നു വന്നിട്ടുണ്ട്, പരിഹാസങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം പറയുമ്പോഴെല്ലാം ഒന്നുകിൽ അവർ അവരുടെ ചെവികളിൽ വിരൽ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ വസ്ത്രം തലക്ക് മുകളിലൂടെ ഇട്ടുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ വീടിന്റെ വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമക്കെതിരെ നിന്നു. എന്തെല്ലാം ആശയങ്ങൾ പറഞ്ഞു കൊടുത്താലും ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങളിപ്പോൾ പോകുന്ന ഒരു ചിന്തയുണ്ട്, അത് മതി ഞങ്ങൾക്ക്, അതിനപ്പുറത്തേക്ക് വേണ്ട. അത് നൂഹ് നബി അലൈഹിസ്സലാമിൽ മാത്രം ഒതുങ്ങിയില്ല. അവിടെ നിന്നങ്ങോട്ട് കടന്നു വന്ന ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരെയെല്ലാം പൂമാലയിട്ടുകൊണ്ട് സ്വീകരിച്ച ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയൂല. മറിച്ച് വിമർശനങ്ങളും ഭീഷണികളും, എന്തിനേറെ കൊലപാതകങ്ങൾ വരെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിനെ പോലുള്ള, യഹ്യാ നബി അലൈഹിസ്സലാമിനെ പോലുള്ള ആളുകൾ ശത്രുക്കളുടെ വധശിക്ഷക്ക് വിധേയരായിപ്പോയി, കൊലപാതകങ്ങൾ ഉണ്ടായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനീപരമായ വിശ്വാസങ്ങളിൽ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇസ്ലാമിൽ ഒന്നാമത്തെ ഷഹീദാരെന്നറിയോ? ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ്, മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ. ഒന്നാമതായിക്കൊണ്ട് അവർ കൊല ചെയ്യപ്പെടാനുണ്ടായ കാരണം അവർ സമൂഹത്തിലെ ഏതെങ്കിലും തിന്മകൾക്കെതിരെ, അല്ലെങ്കിൽ ആ തിന്മകൾ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ മാത്രമല്ല, ആ തിന്മകൾ ചെയ്തു എന്ന നിലക്കുമല്ല, മറിച്ച് അവർ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമായി. അതൊരു തുടക്കമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് എത്രയേറെ വിമർശനങ്ങൾ, എത്രയേറെ ഉപദ്രവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴിയിൽ പ്രവാചകന്റെ കണ്ണ് നനയുമാറ് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവും സുമയ്യ റളിയല്ലാഹു അൻഹയും യാസിർ റളിയല്ലാഹു അൻഹുവും അമ്മാർ റളിയല്ലാഹു അൻഹും ഒക്കെ. കാരണം അവർ സമൂഹത്തിൽ അത്രയൊന്നും പരിഗണനീയരായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായും തറവാടിത്തം കൊണ്ടും കുറവുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെയാണ് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ബിർ ഇസ്ബിർ യാ അഹ്ല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കും, സ്വർഗം നിങ്ങൾക്ക് ആർത്തിയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. അത്രയേറെ പ്രയാസം വന്നു. എന്താ കാരണം? അവർ മുസ്ലിമായി എന്നുള്ളതാണ്. അവർ മുസ്ലിമായി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് തൻ്റെ ശരീരത്തിൽ ശത്രുക്കൾ അവരുടെ മർദ്ദനങ്ങൾ കൊണ്ടും അവരുടെ ഉപദ്രവങ്ങൾ കൊണ്ടും ഉണ്ടായ മുറിവുകൾ ഓരോന്നോരോന്നായി കാണിക്കുന്ന സമയത്ത്, ആ ഒരു ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്ന സമയത്ത് അത് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഖബ്ബാബ് വന്നുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാശ്വസിപ്പിച്ചത് ചരിത്രം പറഞ്ഞുകൊണ്ടായിരുന്നു. ഖബ്ബാബ്, നിങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖബ്ബാബ് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ, മുസ്ലിമായി ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവരുടെ തല രണ്ടായി പിളർക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഖബ്ബാബ് അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ മജ്ജയും മാംസവും വേർപ്പെടുത്തുമാറ് ഇരുമ്പിന്റെ ചേർപ്പുകൾ കൊണ്ട് അവരുടെ രക്തവും മജ്ജയും അവരുടെ തോലുമൊക്കെ വലിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഖബ്ബാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേവലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് പണ്ട് കാലം മുതലേ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ പ്രകടമായ വിമർശനങ്ങളുമായി എന്നും അവർ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന പത്രങ്ങളായിരുന്നു ബദറും ഉഹുദും ഖന്ദക്കും ഖൈബറും ഹുനൈനും ഒക്കെ ഉണ്ടാകാനുണ്ടായ കാരണം. ആ യുദ്ധങ്ങളിലൊക്കെ ഭൂരിഭാഗവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയങ്ങൾ തന്നെയായിരുന്നു. കാരണം നേർക്ക് നേരെ മുസ്ലിമിനോട് എതിരിടുക എന്നത് പ്രയാസകരമാണെന്ന് അവർക്കറിയാം. ഓരോ ചരിത്രങ്ങളിലൂടെയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓരോ യുദ്ധങ്ങളിലൂടെയും അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ചില ആളുകൾ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് വരുന്നതാണ്. നേർക്ക് നേരെ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല, അവരുടെ വിശ്വാസത്തെ നേർക്ക് നേരെ വന്നുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കുകയില്ല എന്നറിഞ്ഞ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് കൊണ്ടുവരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സബഇനെ പോലുള്ള ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അയാളും അയാളുടെ കൂടെ ഏതാനും ആളുകൾ, ജൂതന്മാരായ ആളുകൾ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീടാണ് ചരിത്രം നമ്മൾ ഏറെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് വായിക്കപ്പെടുന്നത്. പിന്നീട് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് മുസ്ലിമീങ്ങൾ പരസ്പരം പോരടിക്കുന്ന യുദ്ധം. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സ്വഹാബിമാർ, മുആവിയ റളിയല്ലാഹു അൻഹു വേറൊരു ഭാഗത്ത്. ഇതിന്റെ എല്ലാം തുടക്കക്കാരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതന്റെ കരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് അങ്ങോട്ടാണ് മുസ്ലിമീങ്ങൾ ഭിന്നതകളിൽ നിന്ന് ഭിന്നതകളിലേക്ക് പോയത്. അതൊരു ഭാഗം മാത്രം. എന്നാൽ അതിനപ്പുറത്തേക്ക് മുസ്ലിമിന്റെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പിന്നീട് അങ്ങോട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്നുണ്ടാകും. മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്താണോ, അവന്റെ വിശ്വാസപരമായ കാര്യമാണോ, എന്നാൽ ആ വിശ്വാസത്തിനെ ഇല്ലാതാക്കാൻ നോക്കും. അവന്റെ കർമ്മപരമായ വീക്ഷണങ്ങളാണോ എങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ നോക്കും. അവന്റെ വസ്ത്രധാരണമാണോ എങ്കിൽ ആ വസ്ത്രധാരണം വേണ്ടെന്ന് തീരുമാനിക്കും. അവന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണോ ആ സ്വഭാവമല്ല ശരിയെന്ന് പറയും. ഇങ്ങനെ ഓരോ കാലഘട്ടവും കടന്നു വന്നുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ ഞാൻ എൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ഒരായത്തുണ്ട്. ജൂതന്മാരും ക്രൈസ്തവരും എപ്പോഴാണ് സന്തോഷിക്കുക, അവർക്ക് എപ്പോഴാണ് തൃപ്തി ഉണ്ടാകുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 120-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. എപ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുക? ഇന്നത്തെ ഓരോ ചർച്ചകൾ കേൾക്കുമ്പോഴും ഒരാൾ അഭിപ്രായം പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ കടന്നുകൊണ്ട് ഇസ്ലാമിനെതിരെയും അള്ളാഹ്ക്ക് എതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും പ്രവാചകന്റെ കുടുംബജീവിതവും എന്തെല്ലാം തെറിവാക്കുകൾ പറയേണ്ടതുണ്ടോ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് പ്രിയപ്പെട്ട മുസ്ലിമെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ. അള്ളാഹു പറയാണ്, വലൻ തർലാ, അവർ ഒരിക്കലും തന്നെ തൃപ്തിപ്പെടുന്നതേ അല്ല. ഈ വലൻ എന്നുള്ള പ്രയോഗത്തിന് ആ ഒരു കാലഘട്ടത്തിൽ, ഒരു സുപ്രധാനമായ കാലഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല. വലൻ തർല, ഒരിക്കലും അവർ തൃപ്തിപ്പെടുകയില്ല. അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിട്ട് അല്ലാഹ് പറയുന്നത്. അവർ ഒരിക്കലും തൃപ്തിപ്പെടൂല. ജൂതനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒന്നും തൃപ്തിപ്പെടുകയില്ല നിന്റെ കാര്യത്തിൽ. നീ അവരുടെ ആശയം, നീ അവരുടെ മാർഗം, നീ അവരുടെ വഴി സ്വീകരിക്കുന്നതുവരെ. എത്ര കൃത്യമാണ് അള്ളാന്റെ വാക്ക്. അവർക്ക് തൃപ്തിയാവണോ? നിങ്ങൾ പറഞ്ഞതാ ശരി എന്നുണ്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞ അതേപോലെ ഞങ്ങൾ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഒരു വർഗീയവാദി പട്ടവും കിട്ടൂല, എന്നാൽ ഒരു തീവ്രവാദി പട്ടവും കിട്ടൂല, എന്നാൽ ഒരാൾ അഫ്ഗാനിസ്ഥാനിലേക്കോ പാകിസ്ഥാനിലേക്കോ പോകേണ്ടി വരൂല്ല. ഖുർആനിന്റെ വാചക, വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. അവരുടെ മില്ലത്ത് സ്വീകരിക്കുക. എന്നിട്ടോ അള്ളാഹു അവസാനിപ്പിച്ചില്ല. എന്നിട്ട് അള്ളാഹ് അതിനുള്ള മറുപടി കൂടി പറയുന്നുണ്ട്. ഖുൽ, നബിയെ പറയണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്. ഖുൽ, പറയണം, ഇന്ന ഹുദല്ലാഹ് ഹുവൽ ഹുദാ. ഏറ്റവും നല്ല മാർഗം അത് അള്ളാന്റെ മാർഗമാണ്. ഏറ്റവും നല്ല മാർഗം അത് അള്ളാന്റെ മാർഗമാണ്. അള്ളാന്റെ മാർഗമല്ലാത്ത, ഇസ്ലാമല്ലാത്ത, ഇസ്ലാമിന് ബദലായി മറ്റെന്ത് സ്വീകരിക്കാൻ പറഞ്ഞാലും അത് ശരിയല്ല. ഓരോരുത്തർക്കും സ്വീകരിക്കുക അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട്. എന്നാൽ ഒരു മുസ്ലിം, അവകാശപ്പെടുന്ന മുസ്ലിം,
ഞാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവരോടാണ് പറയുന്നത്, ഇന്ന ഹുദല്ലാഹ് ഹുവൽ ഹുദാ, അള്ളാന്റെ അടുക്കലുള്ള മാർഗമാണ് യഥാർത്ഥ മാർഗം. ഇതിൻ്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ബാക്കി ഏത് മാർഗം എന്ന് പറഞ്ഞാലും ശരി, അള്ളയും റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് ഏത് മാർഗം, അതിൽ ഇന്ന നന്മയുണ്ടെന്ന് പറഞ്ഞാലും, അതിൽ കുറച്ചുകൂടി ബെറ്ററാണെന്ന് പറഞ്ഞാലും, അത് വാക്കുകൊണ്ടുള്ള സംസാരമല്ലാതെ അതൊരിക്കലും യാഥാർത്ഥ്യമാക്കൂല. എന്നിട്ട് അള്ളാഹ് വീണ്ടും പറയാണ്, വല ഇനിത്തബഅത അഹ്വാഅഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, നിങ്ങളെങ്ങാനും അവരുടെ ഹവകളെ, ആ വാചകം നോക്ക്, ഹവകളെ അഥവാ അവരുടെ ഇച്ഛകളെ, അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളെ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമങ്ങളെ, അവർ കൊണ്ടുവരുന്ന ആശയങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, വ്യക്തമായ അറിവ് കിട്ടിയതിന് ശേഷവും പിന്നെ ഇത്തരത്തിലുള്ള ഹവകളെ, ഓരോരുത്തരുടെയും ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടാകിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെ നീ അനുസരിക്കുകയാണെങ്കിൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, തീർച്ചയായും അള്ളാന്റെ അടുക്കൽ നിനക്കൊരു സഹായിയോ രക്ഷകനോ ആരുണ്ടാവില്ല. അവിടെ അനുഭവിക്കുക നീ മാത്രമായിരിക്കും. എത്ര കൃത്യമാണ് അള്ളാന്റെ വാക്ക്. പ്രിയപ്പെട്ടവരെ, ഈ വാചകം പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് പരിശോധിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, അവൻ്റെ അഭിപ്രായം പറയാൻ, അവൻ്റെ മതപരമായ വീക്ഷണം പറയാൻ പലരുടെയും സമ്മതം വേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറുന്നു സമൂഹം. ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ വർഗീയവൽക്കരിക്കപ്പെടുന്നത് എന്നും, എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും മിനിമം നമ്മളൊന്ന് പരിശോധിക്കാം. ഏറെ ഖേദകരമായ കാര്യം എന്താണെന്നറിയോ? ഈ വിഷയങ്ങളൊക്കെ വരുമ്പോഴും ചില ആളുകൾ അവർക്കിപ്പോഴും ഇസ്ലാമിൻ്റെ ആശയം എന്താന്ന് വരെ അറിയില്ല. എന്താ പതിൽ തെറ്റെന്നാണ് ചോദിക്കണേ. ഏത് പ്രശ്നം പറഞ്ഞു തന്നാലും അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ലല്ലോ, ഇന്നത്തെ കാലഘട്ടം എന്നാണ് പറയണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പ്രകടമായി ഇറങ്ങാൻ കഴിയൂല എന്ന് ബോധ്യപ്പെട്ട ആളുകൾ, ഇസ്ലാമിനെതിരെ നിലകൊള്ളുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഇല്ലാതാക്കണം എന്നതാണ് അവരുടെ തീരുമാനം. അതിലാദ്യം വരുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമിൽ വലിയ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഹയാ എന്നുള്ളത്. ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരാൾ മറ്റൊരാളെ ലജ്ജയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ അങ്ങനെ നടന്നു പോയപ്പോൾ അയാളുടെ ഉപദേശം കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നവനോട് പറഞ്ഞെന്തെന്നറിയോ? ദഅ, അവനെ വിട്. അൽ ഹയാഉ ശുഅബതു മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. ലജ്ജ ഈമാനിൽപ്പെട്ട ഒരു കാര്യമാണ്. ഈമാനും ലജ്ജയും തമ്മിൽ ബന്ധമുണ്ട്. ഒരാളോട് നീ ഈമാൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അയാൾ റെഡിയാകൂല എന്നുള്ളത് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ ഈമാനിനെ തൊടുന്നില്ല, പക്ഷേ അവൻ്റെ ഹയാഇനെ തൊടും, അവൻ്റെ ലജ്ജ ഇല്ലാതാക്കും. അവന് ലജ്ജയില്ലെങ്കിൽ അവൻ തോന്നിയത് പ്രവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തോ. ആ വാചകത്തിന് ഒരർത്ഥം കൂടിയുണ്ട്. നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് ഈമാനില്ലെങ്കിൽ നിനക്ക് എന്തും പ്രവർത്തിക്കാം. ഈമാനില്ലാത്തവനക്ക് പിന്നെ നിയമമല്ലല്ലോ. ഈമാനില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, മതം അംഗീകരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ മതത്തിന്റെ വേലിക്കെട്ടുകളില്ല. പക്ഷേ മതത്തിന്റെ വേലിക്കെട്ടുകളിലുള്ള മതബോധമുള്ള ആളുകളുണ്ട്. അവർക്ക് ചില നിയമങ്ങളുണ്ട്. അവർക്ക് ഏത് കാര്യത്തിലും ചില നിയമങ്ങളുണ്ട്. അതെല്ലാ മേഖലകളിലും ഉണ്ടാവും. എന്നാൽ അതൊന്നും പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്തൊരവസ്ഥയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെയാണ് പല ആളുകളും ഇസ്ലാമിൻ്റെ ആ ഒരു ഏറ്റവും സുന്ദരമായ വഴിയിൽ നിന്ന് ഏറ്റവും ദുർഘടമായ യുക്തിവാദത്തിലേക്കും മറ്റും കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 ഘട്ടങ്ങൾ കാണാൻ പറ്റും നമുക്ക്. നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചു. നമുക്ക് പരിചയമുള്ള പല ആളുകളിലും ഈ ഒരു സ്വഭാവം നമുക്ക് കാണാനും പറ്റും. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്താണെന്നറിയോ? ഞാനൊക്കെ മുസ്ലിം തന്നെയാണ്, ഞാൻ മുസ്ലിം തന്നെയാണ്, പക്ഷേ ഒരു പ്രാക്ടിക്കൽ മുസ്ലിം എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ മുസ്ലിമാണ്, അവകാശപ്പെടും, ഞാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടും, പക്ഷേ പ്രാക്ടിക്കലായി എല്ലാ കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. അവരവകാശപ്പെടുന്നു, പക്ഷേ പൂർണ്ണനാകാൻ, ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ അതെനിക്ക് പ്രയാസമുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെ പറയും.
അവിടെ മുസ്ലിം എന്നത് മാറ്റിയിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യവും ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാണോ? ഇസ്ലാം പറഞ്ഞ അതേപോലെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിലേക്ക് വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ന് അതിൻ്റെതായ ചില വ്യത്യാസങ്ങളില്ലേ? നമ്മുടെ മക്കളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലത് ആഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ ആ ഒരു കല്യാണമല്ലേ, അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണ്ടേ? കച്ചവടം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞ അതേപോലെ പാലിച്ചാൽ ഒന്നും കിട്ടൂല, ഫുള്ള് നഷ്ടങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് എല്ലാം സ്വീകരിക്കാൻ കഴിയൂല, കുറച്ചൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം. ഏതാണ് ഈ കുറച്ചൊക്കെ? അത് നിസ്കാരവും നോമ്പൊക്കെ. അതിനപ്പുറത്തേക്ക് പോണ്ട. നിസ്കാരം നോമ്പും തന്നെ മതിയായതാണ് ഈ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ ആളുകൾ ഇങ്ങനെ പോയി അവസാനം എത്തുക ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ്. നിങ്ങൾ പറയുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പെർഫെക്റ്റ് എന്നൊന്നും പറയണ്ട. കാരണം ഞാനും കുറേ കേട്ടിട്ടുണ്ട്, കുറേ ആളുകളുടെ പ്രസംഗം ഞാനും കേട്ടു. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. മുഹമ്മദ് നബിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു സംഭവമായിട്ട് നമ്മൾ പറയണ്ട. കുറേ പ്രശ്നങ്ങളുണ്ട്. പറയുന്ന ആളുകൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ABCD അറിയൂല, ഒന്നും അറിയൂല. ഏതെങ്കിലും യുക്തിവാദികൾ അവർ ഛർദ്ദിക്കുന്നത് അത് കൃത്യമായി കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ മറുപടി എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണം, ഇവർ പറയുന്ന പ്രമാണത്തിൽ വല്ലതും തെളിവുണ്ടോ, ഒന്നും അന്വേഷിക്കൂല. മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം എന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ മതം ഇതൊക്കെ നോക്കിയിട്ടൊന്നും നടക്കൂല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാലേ അത് ഒന്നുള്ളൂ, ഒരു യോയോ ലൈഫ്. പല ആളുകൾക്കും അറിയാൻ പറ്റും യോയോ ലൈഫ്. ആ പറയുന്ന ആളുകളുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ജീവിതം ഒന്നാണ്, അത് പരമാവധി ആസ്വദിക്കണം, അതിനപ്പുറത്തേക്ക് പോണ്ട. മതമല്ല വലുത്, ജീവിതമാണ് വലുത്. വിദ്യാഭ്യാസത്തിൽ എന്തിനാ മതം ഇടപെടേണ്ടത്? വിദ്യാലയങ്ങളിൽ എന്തിനാ മതം ഇടപെടുന്നത്? വേഷവിധാനത്തിൽ എന്തിനാ മതം ഇടപെടുന്നത്? ഈ തരത്തിലാ പറയുക. അതിൻ്റെ അഞ്ചാമത്തെ ഘട്ടമാണ് എന്തിനാ ഈ മതം? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. മതമില്ലാതല്ലേ പത്രകാലം പല ആൾക്കാരും ജീവിച്ചേ? ഇന്ന ആളുകൾക്ക് മതമുണ്ടോ? മതം കൊണ്ട് തന്നെയല്ലേ ഈ ലോകത്ത് ഒട്ടേറെ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പല യുദ്ധങ്ങളുടെയും ചരിത്രങ്ങൾ വിളമ്പാൻ തുടങ്ങും. എന്നിട്ട് അതൊക്കെ മതത്തിൻ്റെ പേരിൽ ഉണ്ടായതാണ്. അവർ ഇന്ന് വരെ ഒന്നാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചോ രണ്ടാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചോ റഷ്യൻ വിപ്ലവങ്ങളെ കുറിച്ചോ ചൈനയിലെ പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും പറയൂല. മതത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും നടന്ന ചെറിയ സംഘടനകൾ അത് പർവ്വതീകരിക്കും. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടന്ന ഒട്ടേറെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അത് മെല്ലെ അവഗണിക്കുകയും ചെയ്യും. എന്നിട്ട് പ്രശ്നം മുഴുവൻ അതൊക്കെ മതത്തിനാ പ്രശ്നം. ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും. പ്രിയപ്പെട്ടവർ, അതിൽ കേരളത്തിൽ പോലും വേരുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ അർത്ഥത്തിലും അത് ഏത് സിസ്റ്റത്തിൻ്റെ പേര് പറഞ്ഞാലും ശരി, അതിനൊക്കെ ആളുകളുണ്ട് എന്നത് ഒരു സത്യമാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം വരുമ്പോഴും അവിടെ മുസ്ലിം ആണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് മുസ്ലിങ്ങളോടാണ്, ഈ ഖുത്ബ കേൾക്കാൻ വന്നത് മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം അനുസരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരോടാണ് എങ്കിൽ അവരോട് പറയാനുള്ളത്, ഇസ്ലാമിൽ എന്ത് കാര്യം വന്നാലും അവിടെ ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം. അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഏറ്റവും അവസാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം. എന്താണ് ഒരു മുസ്ലിം ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട്? അതിൽ ഒരു മുസ്ലിം പറഞ്ഞ വാചകം എന്താണ് ഇവിടെ ഇതിനു മാത്രം വർഗീയവൽക്കരിക്കപ്പെടുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഒരഭിപ്രായം പറയുമ്പോഴേക്ക് അത് മുഴുവൻ തീവ്രവാദത്തിൻ്റെതായിട്ട് ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഒരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ താലിബാനിസ്റ്റുകളായി മാറ്റപ്പെടുന്നില്ലേ? അതും ഏത് രാജ്യം? ജനാധിപത്യ രാജ്യമെന്ന് വാദോരാതെ സംസാരിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് ഈ കേൾക്കുന്നത് മുഴുവൻ. പ്രിയപ്പെട്ടവർ, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. മിനിമം മുസ്ലിം എന്ന നിലക്ക് നമ്മളൊന്ന് മനസ്സിലാക്കുക, എന്തിനാണ് ശരിക്കും ഈ സൂംബ? ഇന്ന് പറയുന്ന വാദം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കിടയിൽ ഒരുപാട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണത്രേ സൂംബ കളിക്കുന്നത്. അതൊരു എക്സർസൈസ് പോലെയാണെന്നും അതിന് പ്രത്യേകമായ രൂപമുണ്ട് എന്നും ഇല്ല എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ വാദം എന്താണ്? ലഹരിയെ തുരത്താൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 2016 ഈ കേരളത്തിൽ 29 ബാറുകൾ ഉണ്ടായിരുന്നത്. 2016 ഈ 2025 എത്തിയപ്പോഴേക്ക് 800-ലധികം ബാറുകളുള്ളത്. ലഹരി
നിയന്ത്രിക്കണമെന്ന് വാദിക്കുന്നവരുടെ വാദമാണ് ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഒരു ദിവസം പോലും നമ്മുടെ പത്രത്താളുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു വാർത്ത പോലും ഒരു പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഒരു പക്ഷേ പല ആളുകളെയും പിടിച്ചു. ഈ ഒലവക്കോട് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് എത്ര ആളുകളെ പിടിച്ചിട്ടുണ്ട്? നമ്മുടെ പാലക്കാട് ബൗണ്ടറിയിൽ വെച്ചുകൊണ്ട്, അതിർത്തി ഭാഗത്ത് വെച്ചുകൊണ്ട്, വാളയാറ് വെച്ചുകൊണ്ട് എത്ര ആളുകളെ പിടിച്ചിട്ടുണ്ട്? മാക്സിമം ഒരു 2 ആഴ്ച അവർ കിടക്കും, വീണ്ടും പുറത്തന്നെ. അത്രയും നിസാരമായ കേസുകൾ രേഖപ്പെടുത്തി ഇവരെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ലഹരിയും വിൽപ്പനയും അതേപോലെ തന്നെ അതിൻ്റെ വർധനവും നടക്കുന്നത്? ഇതൊന്നും ആരും ചർച്ച ചെയ്യാതെ കുട്ടികളെ കൊണ്ട് ഒന്ന് കളിപ്പിച്ചാൽ തീരാവുന്നതായി ഈ പ്രശ്നം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഒരു പ്രത്യേക പേര് വെച്ചുകൊണ്ട് ഒന്ന് കളിച്ചാൽ തീരുന്നതാ പ്രശ്നം. എപ്പോഴും ഈ തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങളാണ് നോക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല, കാമ്പിലേക്ക് ഇറങ്ങുന്നില്ല. എവിടെയാണ് പ്രശ്നമെന്ന് ഇന്നും അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണണം. അതുകൊണ്ട് അറിയാത്ത പോലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കാം. ഇതാ പലരും തീരുമാനിക്കുന്നത്. അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കണം, ഇതൊരിക്കലും ഒരു പരിഹാരമല്ല. ഇനി അതിൻ്റെ മതപരമായ വീക്ഷണം കൂടി പറയാം. അത് കേവലം ഒരു സൂംബയുടെ വിഷയത്തിൽ മാത്രമല്ല. അത് സൂംബയാണെങ്കിലും കല്യാണത്തിൻ്റെ അന്നുള്ള ഡാൻസ് ആണെങ്കിലും കല്യാണത്തിൻ്റെ തലേന്നുള്ള ഡാൻസ് ആണെങ്കിലും എല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റൂല. അതിന് ഒരു സംശയമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടേറെ ഹദീസുകൾ ഈ മെമ്പറിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിൽ സംഗീതത്തിൻ്റെ നിലപാട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം നോക്കിക്കഴിഞ്ഞാൽ സംഗീതം പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോഴേക്ക് ചില ആളുകൾ 6-ാം നൂറ്റാണ്ടിലേക്ക് ടിക്കറ്റുമായിട്ട് വരും. ഇത് മതത്തിൻ്റെ വീക്ഷണമാണ് പറയുന്നത്. മതപരമായി കൊണ്ടത് പറ്റൂല. ഇനി ഒരാൾക്കത് സ്വീകരിക്കണം, അയാൾക്ക് പാടണം, അയാൾക്ക് ആടണം, അയാൾക്ക് തോന്നിയതെല്ലാം ചെയ്യണം എങ്കിൽ ഈ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് കടന്നോ, എന്നിട്ട് തോന്നിയത് പ്രവർത്തിച്ചോ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ ലം തസ്തഹി ഫസ്തഹ് മാ ശിഅ്ത്. നിനക്ക് ലജ്ജയില്ല, ഈമാനില്ല, തോന്നിയത് ചെയ്തോ. ഇത് മുസ്ലിമാണെന്ന് അവകാശപ്പെടും വേണം. ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിന്റെ നിയമം പറയാനും പറ്റൂല. അതെങ്ങനെ ശരിയാകും? അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറണം. ഇതിന്റെ പരിഹാരങ്ങൾ ഇത്തരത്തിൽ ഇസ്ലാമിനെതിരെ കൊണ്ട് പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒന്നും മിണ്ടാതിരിക്കലല്ല വേണ്ടത്. അവിടെ ഒരു മുസ്ലിമിന്റെ ചില നിലപാടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ദീന് പഠിക്കുക എന്നുള്ളതാണ്. ദീന് പഠിക്കാതെ വെറുതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയി കമന്റ് ഇടല്ലേ വേണ്ടേ? ആ ദീൻ എന്താണ്? ഈ വിഷയത്തിൽ എന്താ ഖുർആനിന്റെ നിലപാട്? എന്താണ് ഹദീസിന്റെ നിലപാട്? അത് ഞാൻ സ്വീകരിക്കേണ്ടതില്ലേ? അത് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ റെഡിയാവണം. ദീന് പഠിക്കണം നമ്മൾ. രണ്ടാമത്തെ വിഷയം, നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബേ, യഥാർത്ഥ ഹക്കിന്റെ കൂടെ നിലനിർത്തി തന്നെ എപ്പോഴും ഈമാനുള്ള ഒരു ജീവിതം നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നടത്തിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. സാന്ദർഭികമായി കൊണ്ട് ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ഈ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഇന്നലെ നടത്തിയിട്ടുണ്ടോ? ഒരാഴ്ചയായിട്ട് നടത്തിയിട്ടുണ്ടോ? ഒരു മാസമായിട്ട് നടത്തിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ എന്താ തോന്നണേ അറിയോ? ഞാനൊന്നും ഒരിക്കലും മാറൂല, ഞാനൊക്കെ എന്നും ഈ ഇസ്ലാമിൻ്റെ ഈ പാന്താവിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ആ ഇസ്ലാമിനെ നമ്മുടെ മുന്നിലേക്ക് വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. റബ്ബേ, ഉറപ്പിച്ചു നിർത്തണേ. കാരണം കാലഘട്ടം അങ്ങനെയാണ്, മാറിക്കൊണ്ടിരിക്കും മനസ്സുകൾ. അതുകൊണ്ട് പിടിച്ചു നിർത്തണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? കൂട്ടുകെട്ടുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നാക്കണം. നമ്മൾ ആരുടെ കൂടെ കൂടുന്നുണ്ടോ അയാളുടെ വിശ്വാസവും അയാളുടെ ചിന്തകളും അയാളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടേതായി മാറും, നമ്മുടേതായിക്കൊണ്ട് മാറും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഒരാൾ ആരുടെ ആ ഒരു മാർഗത്തിലാണുള്ളത്, ആരാണോ കൂട്ടുകാരായി സ്വീകരിക്കുന്നത്, അതിനനുസരിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസങ്ങൾ മാറും, അനുഭവങ്ങൾ മാറും. ആരുടെ പ്രസംഗങ്ങളാണോ കേൾക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റപ്പെടും. യുക്തിവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ
അസ്ലില്ലാത്ത അടിസ്ഥാനപരമായ വിജ്ഞാനങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അവരിങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കൃത്യമായി പഠിക്കാൻ, അത് അറിയാൻ, അതനുസരിച്ച് ജീവിക്കാൻ, നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്ലാമിക കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഹറം മാസത്തിൻ്റെ ഫളലുകളെക്കുറിച്ചും നമ്മൾ ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുഹറം മാസത്തിൽ ഒരു പ്രത്യേക നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, അഫ്ളലു സിയാമി ബഅദ റമളാൻ സിയാമു ഷഹറുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് മുഹറത്തിലെ നോമ്പാണ്, മുഹറത്തിലെടുക്കുന്ന നോമ്പാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പുണ്യം കൂടി പറഞ്ഞു. വസിയാമു യൗമ ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു. കഴിഞ്ഞുപോയ വർഷത്തെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ മാത്രം ഈ ഒരു മുഹറം മാസത്തിലെ മുഹറം 10 നോമ്പിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരായ ആളുകൾ മുഹറം മാസത്തിൽ അതിൻ്റെ 10 നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് എന്തിൻ്റെ നോമ്പാണ്? അവർ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കയ്യിൽ നിന്ന് മൂസാ നബിയും ബനു ഇസ്രായേലരായ ആളുകളും രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം 10, അതുകൊണ്ടാണ് നോമ്പെടുക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ മൂസയോട് ബന്ധം എനിക്കാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറം 10 മുഹറം 9 കൂടി നോമ്പെടുക്കാനായി കൽപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ വലിയ പോരിശിയാക്കപ്പെട്ട നോമ്പാണ് മുഹറം 9 10 ഉള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ 2-3 ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ചർച്ചയാണ്, എന്നാണ് ഇപ്പോൾ ഇതുള്ളത്. നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾ, ഇന്ന് നോറ്റ ആളുകളുണ്ട്, നാളെ നോൽക്കാനിരിക്കുന്ന ആളുകളുണ്ട്, മറ്റന്നാളാണെന്ന് പറയുന്നവരുണ്ട്. ഇതൊരു പേതാ ശരി? ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിലുള്ള ഒരു സംശയമാണത്. ഇതിൽ പേതാ ശരി? നമ്മൾ ഏതൊരു നിയമത്തിലും കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനത്തെ കുറേ വസ്വാസുകൾ പലപ്പോഴും ഏതെങ്കിലും ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോമ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കാണുമ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം പറഞ്ഞുതരാം. ഇതിന് ശാശ്വതമായ പരിഹാരം 3 തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റും. അതിൽ ഒരു വിഭാഗം പൂർണ്ണമായിക്കൊണ്ട് കലണ്ടർ മാത്രം നോക്കിക്കൊണ്ട് പെരുന്നാളും നോമ്പും ഒക്കെ തീരുമാനിക്കുന്നവരാണ്. കലണ്ടർ മാത്രം നോക്കുക. രണ്ടാമത്തെ ഒരു വിഭാഗം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെരുന്നാളുകളുടെ സമയത്ത് മാത്രം, അപ്പം മാത്രം ആകാശത്തേക്ക് നോക്കും, എന്നിട്ട് അതിനനുസരിച്ച് കൊണ്ട് തീരുമാനിക്കും. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, എല്ലാ മാസവും അവസാന ദിവസം നോക്കും. മാസം കാണാൻ സാധ്യതയുണ്ടോ ഇല്ലേ, മാസം കണ്ടു എന്നറിഞ്ഞാൽ എന്നാൽ ഇത് അടുത്ത മാസമാണ്, പിറ്റത്തെ മാസമാണ്. മാസം കണ്ടിട്ടില്ലേ എങ്കിൽ ഇത് പൂർണ്ണമാക്കണം, 30 പൂർണ്ണമായി, പിന്നെ അത് പറയും അടുത്ത ദിവസമാണ് അടുത്ത മാസം ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഇതിൽ മൂന്നാമത്തതാണല്ലോ സാങ്കേതികമായും നമ്മുടെ ബുദ്ധിപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൃത്യം എന്ന് നമുക്ക് പറയാൻ പറ്റുക. എങ്കിൽ ആ ഒരു കൃത്യതയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ 29 കഴിഞ്ഞിക്കണം. അതായത് വ്യാഴാഴ്ച 29 ദുൽഹിജ്ജ 29. വ്യാഴാഴ്ച രാത്രി കാണും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച 30 ദുൽഹിജ്ജ 30 തികഞ്ഞു. ശനിയാഴ്ച ദുൽഹിജ്ജ 1, മുഹറം 1. മുഹറം 1 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് മുഹറം 9 വരിക ഈ വരുന്ന ഞായറാഴ്ചയാണ്, മുഹറം 10 വരിക ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. ഇത് കൃത്യമായ കണക്കിൻ്റെയും നോട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. വെറും കണക്ക് മാത്രമല്ല നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ നോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
മുഹറം 9, 10 ഈ വരുന്ന ഞായറും തിങ്കളുമാണ്. അപ്പോൾ വീണ്ടും സംശയം, ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലുണ്ടല്ലോ, അപ്പോൾ 2 ദിവസങ്ങളൊക്കെ വ്യത്യാസപ്പെടുമോ? 2 മാസം വ്യത്യാസം വന്നാൽ 2 ദിവസവും വ്യത്യാസം വരും. കാരണം കഴിഞ്ഞ 2 മാസങ്ങളിൽ അവർക്ക് 29ഉം നമുക്ക് 30ഉം കിട്ടി. സ്വാഭാവികമായിട്ടും അവിടെ 2 ദിവസം കൂടുതലായി. ഇനി ഒരു പക്ഷേ ഇനിയുള്ള മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് കുറവും നമുക്ക് അത് പൂർണ്ണമാകുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കുറവും അവർക്ക് കൂടുതലും കിട്ടും. അപ്പോൾ ഏകദേശം ശരിയാകുകയും ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ മുഹറത്തിൽ നോമ്പെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നോമ്പ് കൂടി അതിൻ്റെ ദിവസം കൂടി കണക്കാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ ദ സോൾമേറ്റ്. Peace Radio. Tune to reality.